അപ്പോൾ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ലാറ്റ് ബൈ മെറിഡിയൻ ഓൾട്ടിറ്റ്യൂഡാണ്. മൂണിൻ്റെ പ്രിസൈസ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് പറഞ്ഞാൽ 28th April 2008 DR വന്നിട്ടുണ്ട് 25 degree 20 minutes നോർത്ത്, 75 degree ഈസ്റ്റ്. മൂണിൻ്റെ ലോവർ ലിംബ് 42 degree 5.8 minutes സെക്ഷൻ്റെ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻഡെക്സ് എറർ എന്ന് പറയുന്നത് 1.5 minutes ഓഫ്, ഹൈറ്റ് ഓഫ് 25 meters. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ LHAനെ അസ്യൂം ചെയ്യും 360 degree ആയിട്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ലോങ് ഈസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ 360 degree അല്ലെങ്കിൽ 00 ഒന്നെങ്കിൽ 360 degree ആയിട്ട് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ 00 degree ആയിട്ട് അസ്യൂം ചെയ്യാം. നമ്മൾ തന്നിരിക്കുന്ന LHAനെ ഈസ്റ്റ് ആണെങ്കിൽ ലോങ്ങിറ്റ്യൂഡ് മൈനസ് ചെയ്യും, വെസ്റ്റ് ആണെങ്കിൽ നമ്മൾ പ്ലസ് ചെയ്യും. കാരണം നമ്മൾ LHൽ നിന്ന് GHലോട്ടാണ് നമ്മൾ പോകുന്നത്. അത് കാരണം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈസ്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ ലോങ്ങിറ്റ്യൂഡ് മൈനസ് ചെയ്ത് നമുക്ക് പുതിയ GH കിട്ടി. ആ GHയോട് ക്ലോസസ്റ്റ് ബട്ട് കുറച്ചും കൂടെ ചെറുതായിട്ടുള്ള GH നമ്മൾ എടുക്കും. അതായത് നമ്മൾ ഫസ്റ്റ് 28th April അലമനാക്കിലോട്ട് പോവുക. 28th April മൂണിൻ്റെ ഇതെടുക്കുക. അതിനകത്ത് 28th ഡേയിൽ ഫസ്റ്റത്തെ, അതായത് 20th day 00 hourലാണ് ഈ 272 degree 19.5 minutes GH വരുന്നത്. അതായത് ഈ 285നേക്കാളും ജസ്റ്റ് താഴെയുള്ള GH നമ്മൾ എടുക്കണം ആ സെയിം ഡേയിൽ. അത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻക്രിമെൻറ്റ് കിട്ടും. ബട്ട് ആ ഇൻക്രിമെൻറ്റിനകത്ത് വി കറക്ഷൻ ഉണ്ടാവും. ആ വി കറക്ഷൻ നമ്മൾ ആ സെയിം ടൈമിന് വി കറക്ഷൻ നോക്കി വെക്കുക. ഇവിടെ വി കറക്ഷൻ എന്ന് പറഞ്ഞത് 11.7 minutes അത്ര നോക്കി വെക്കുക. എന്നിട്ട് ഈ ഇൻക്രിമെൻറ്റ് നമ്മൾ എവിടെ തപ്പണം? ഇൻക്രിമെൻറ്റിൻ്റെ ആ ടേബിളിനകത്ത് തപ്പണം. അതായത് 12 degree 14.5 minutes ഓൾമോസ്റ്റ് എന്നത് ഏത് മിനിറ്റിലാണെന്ന് കണ്ടുപിടിക്കണം. അത് ഇതേപോലെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. മൂണിൻ്റെ അകത്താണ് ഈ ടൈം. ഇതിന് മൂണിൽ ഈ സൈഡിൽ തന്നെ നോക്കണം, മൂണിൻ്റെ സൈഡിൽ തന്നെ നോക്കുക. ഇവിടെ വരുന്നത് 50 second മിനിറ്റിലാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തെ ടേബിളിനകത്ത് ഈ 11.7നോട് ചേർന്ന് കിടക്കുന്ന നമ്പർ എത്രയാണെന്ന് നോക്കുക, 10.2. ഇവിടെ നമ്മൾ വി കറക്ഷൻ മൈനസാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ എന്ത് ചെയ്യുക, LHയിൽ നിന്ന് GHലോട്ടാണ് പോകുന്നത്. LHയിൽ നിന്ന് GHലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ വി കറക്ഷൻ മൈനസ് ചെയ്യും. GHയിൽ നിന്ന് LHലോട്ട് പോകുമ്പോൾ നമ്മൾ വി കറക്ഷൻ പ്ലസ് ചെയ്യും. അതേപോലെ തന്നെ വി കറക്ഷൻ മൈനസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വി കറക്ഷൻ എന്ന് പറയുന്നത് 11.7 ആയതുകൊണ്ട് 11.7നോട് പാരലായിട്ടുള്ള ഏതാണോ അതെടുക്കുക. ഇവിടെ 10.2 ആണ്. അപ്പോൾ 10.2 മൈനസ് ചെയ്ത് പുതിയ ഇൻക്രിമെൻറ്റ് കിട്ടി. ഇനി ഈ പുതിയ കിട്ടിയ ഇൻക്രിമെൻറ്റ് ഈ ഇതിനകത്ത് എവിടെയാണ് ഉള്ളതെന്ന് നോക്കുക. ഇവിടെ എത്ര കിട്ടിയ 12 degree 13.3 കിട്ടി. 12 degree 13.3 എന്ന് പറയുന്നത് ഇവിടെ 25 സെക്കൻഡിലാണ് വരുന്നത്. 52 minutes 25 seconds. അപ്പോൾ നമുക്ക് നമ്മുടെ GMT കിട്ടി 28th day 00 hour and 52 minutes 25 seconds. ഇനി LIT വെച്ച് ചെക്ക് ചെയ്യുക, നമ്മുടെ LMT ഡേറ്റ് ചേഞ്ച് ആവുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ക്വസ്റ്റിന് തന്നേക്കുന്ന സെയിം ഡേറ്റിൽ തന്നെ നമുക്ക് LMT കിട്ടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്സ്റ്റൻ്റ് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. സെക്സ്റ്റൻ്റ് ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് തന്നേക്കുന്ന 42 degree 5.8 minutes ആണ്. ഇൻഡെക്സ് എറർ ഓഫ് ആയതുകൊണ്ട് നമ്മൾ പ്ലസ് ചെയ്തു. നമുക്ക് ഒബ്സർവേഴ്സ് ഓൾട്ടിറ്റ്യൂഡ് കിട്ടി. ഒബ്സർവേഴ്സ് ഓൾട്ടിറ്റ്യൂഡിൽ നമ്മൾ ഡിപ്പ് ലാസ്റ്റ് പേജിൽ 21.4 meters വരെ ഉള്ളൂ. അത് കാരണം നമ്മൾ ഡിപ്പ് ഫസ്റ്റ് പേജിൽ നിന്ന് എടുക്കുക. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് 26ൻ്റെ തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഡിവൈഡ് 2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 25 metersൻ്റെ കിട്ടും. 25 metersൻ്റെ 8.8 minutes ആണ് ഡിപ്പ്. അത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അപ്പാരൻ്റ് ഓൾട്ടിറ്റ്യൂഡ് കിട്ടും. അപ്പാരൻ്റ് ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ ലാസ്റ്റ് പേജിലോട്ട് വരിക. 41 degree. 41 degree ഈ ടേബിളിൽ 41 degree പോവുക. എത്ര മിനിറ്റാന്ന് നോക്കുക. 41 degree 58 minutes. അപ്പോൾ 41 degree 58 52 ഈ 41 degree 50 മിനിറ്റും 42 degree 00 മിനിറ്റ്സും തമ്മിലുള്ള ഇതെടുത്തിട്ട് മെൻ്റൽ കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 52.4 എന്ന് കിട്ടും. അത് ഓരോരുത്തരുടെ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി മെൻ്റൽ കാൽക്കുലേഷൻ. അത് 52.4 കിട്ടും. 52.4 കിട്ടും. ആ സെയിം ലൈനിൽ കൂടെ തന്നെ താഴത്തോട്ട് വരിക. നമ്മുടെ ലോവർ ലിംബ് ആയതുകൊണ്ട് HP എത്രയാണെന്ന് നോക്കുക.
55.5 ആണ് ഇവിടെ. ലോവർ ലിംബിൽ കൂടെ തന്നെ താഴത്തോട്ട് വരിക. ലോവർ ലിംബിൽ കൂടെ തന്നെ 55, ഇവിടെ 55.5 ആയതുകൊണ്ട് 2.8 വരും. 2.8 മിനിറ്റ്സ് HP വരുന്നു. അത് HP മെയിൻ കറക്ഷനും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ട്രൂ ഓൾട്ടിറ്റ്യൂഡ് കിട്ടും. ട്രൂ ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് -90 ഡിഗ്രി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സെനി ഡിസ്റ്റൻസ് കിട്ടും. ഈ കിട്ടിയ GMT വെച്ച് GMT ഡേറ്റിൽ, അതായത് ഏപ്രിൽ 28 00 ഹവറിൽ ഉള്ള ഏപ്രിൽ 28 00 ഹവറിലുള്ള നമ്മുടെ ഡെക്ലിനേഷൻ എടുക്കുക. ഡെക്ലിനേഷൻ താഴത്തോട്ട് പോകുമ്പോഴത്തേക്ക് കുറയുവാണോ നോക്കിയിട്ട്, കുറയുവാണെങ്കിൽ മൈനസ് ചെയ്യുക നമ്മുടെ ഡീകറക്ഷൻ എത്രയാണെന്ന് നോക്കുക. ഇൻക്രിമെൻറ്റ് ടേബിളിലോട്ട് പോവുക. ഇവിടെ 52ാമത്തെ മിനിറ്റ്, അപ്പോൾ 52ാമത്തെ മിനിറ്റിൽ പോവുക. ഡീകറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ 9.4 ആണ്. അപ്പോൾ 9.4ൻ്റെ പാരലായിട്ടുള്ളത് ഇവിടെ ഈ ഇൻക്രിമെൻറ്റ് ടേബിളിൽ 8.2 ആയതുകൊണ്ട് 8.2 മൈനസ് ചെയ്തു. സെയിം സൈൻ തന്നെ കൊടുത്തു. ഡെക്ലിനേഷൻ നമുക്ക് കിട്ടി 21 ഡിഗ്രി 14.8 മിനിറ്റ്സ് സൗത്ത്. ഈ മെറിഡിയൻ പാസേജിനകത്ത് എല്ലായ്പ്പോഴും ഈസ്റ്റ് വെസ്റ്റ് ആയിരിക്കും നമ്മുടെ ലൈൻ ഓഫ് പൊസിഷൻ. ഇനി നമ്മൾ ഒബ്സർവ് ലാറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഡയഗ്രാം വരയ്ക്കണം. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ലാറ്റിറ്റ്യൂഡ് തന്നിട്ടുണ്ടാവും, 25 ഡിഗ്രി 20 മിനിറ്റ്സ് നോർത്ത് എന്ന്. ഇവിടെ ഇപ്പോൾ തന്നേക്കുന്ന നോർത്താണ്. ഫസ്റ്റ് സെനി ഡിസ്റ്റൻസ് വരയ്ക്കുക. ഇവിടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. സെനി ഡിസ്റ്റൻസ് വരയ്ക്കുക. ഇതാണ് നമ്മുടെ സെനിത്ത് വരയ്ക്കുക. സെനിത്ത് ഇക്വിനോക്ഷ്യൽ നമ്മുടെ ഇക്വേറ്റർ പോലെ തന്നെയാണ്. അപ്പം നമ്മൾ സെനിത്താന്ന് വിചാരിക്കുക. നമ്മളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇക്വേറ്റർ എവിടെ വരുമെന്ന് കമ്പയർ ചെയ്യുക. ഇവിടെ സെനിറ്റ് ഡിസ്റ്റൻസ് ഇവിടെ ആയതുകൊണ്ട് ഇക്വേറ്റർ താഴെ വരും. അപ്പം നമ്മുടെ ബോഡി നോർത്തിലായിരിക്കും. ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ ആയിരിക്കും, ഇത് സദേൺ ഹെമിസ്ഫിയർ ആയിരിക്കും. ഇത് നമ്മുടെ ഇക്വിനോക്ഷ്യൽ. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി, അതായത് ഡെക്ലിനേഷൻ. ക്യൂവിൽ നിന്ന് എക്സിലോട്ട്. കാരണം എന്താ, ഇത് സദേൺ ഹെമിസ്ഫിയറിലോട്ട് എന്തുകൊണ്ടാണ് വന്നത്? നമ്മുടെ ഡെക്ലിനേഷൻ സൗത്ത് ആയതുകൊണ്ട്. QX എന്ന് പറയുന്നത് നമ്മുടെ ഡെക്ലിനേഷനാണ്. ZX എന്ന് പറയുന്നത് നമ്മുടെ സെനിറ്റ് ഡിസ്റ്റൻസ് ആണ്. ZQ എന്ന് പറയുന്നത് നമ്മുടെ ലാറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ZQ കിട്ടാനായിട്ട് നമ്മൾ ഈ സെനിറ്റ് ഡിസ്റ്റൻസ് മൈനസ് ഡെക്ലിനേഷൻ ഈ സിനാരിയോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാറ്റിറ്റ്യൂഡ് കിട്ടും. ഈ ലാറ്റിറ്റ്യൂഡ് നോർത്തിലോട്ടായിരിക്കും, കാരണം Z നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പം നമുക്ക് നമ്മുടെ ഒബ്സർവ്സ് ലാറ്റിറ്റ്യൂഡ് കിട്ടും.